ചെയ്യാൻ പോണത് വളരെ ഈസി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ആപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യണേ. അപ്പോൾ നമ്മൾ സാധാരണ ആപ്പിൾ വെച്ചിട്ട് ചെയ്യുന്നതിലും ഒരു ഇത്തിരി വ്യത്യാസത്തിലാണ് ഇത് ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരാപ്പിളാണ് കേട്ടോ എടുക്കണത്. ഒരാപ്പിൾ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയും കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത്. അപ്പോൾ ഈ ആപ്പിളിന് ഒരു പ്രത്യേകിച്ച് നല്ലൊരു ഫ്ലേവറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഇഞ്ചിയുടെ ഫ്ലേവറാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഒരു ഇത്തിരി വലിയ ഒരു പീസ് ഇഞ്ചിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെറുനാരങ്ങയാണ് വേണ്ടത്. അതും ഒരു ഇത്തിരി വലുപ്പത്തിൽ തന്നെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ. ഏകദേശം ഒരു 4 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള അളവാണ് പറയണത്. ഇനി പാകത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇവിടെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരയാണ്ട് കിടക്കണ ആ ഒരു ആപ്പിളിൻ്റെ പീസുകളും അതുപോലെ തന്നെ ഇഞ്ചിയുടെ പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നേരത്തെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചാലും ഒട്ടും കളറ് പോവില്ല. സാധാരണ നമ്മൾ ആപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ കളറ് വേറൊരു കളറായി പോകുമല്ലോ. അപ്പോൾ അതിന് കാരണം നമ്മളിതിൽ നാരങ്ങ ചേർക്കുന്നുണ്ട്. നാരങ്ങ ചേർക്കണോണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഈ ഒരു ജ്യൂസ് ഒട്ടും കളറ് പോവാതെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.